ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് സദ്യയിലെ പ്രധാന വിഭവമായ കട്ടിക്കാളൻ അല്ലെങ്കിൽ തൃശ്ശൂർ സൈഡിലൊക്കെ എരിപുളി എന്നും പറയാറുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓണസദ്യക്ക് എല്ലാവരും ഈ കട്ടിക്കാളൻ ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി സ്വാദിലുള്ള കട്ടിക്കാളനാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടന്നാലോ? അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് 2-3 ദിവസം വരെയൊക്കെ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഓണത്തിന് 2 ദിവസം മുമ്പൊക്കെ നമുക്കിത് തയ്യാറാക്കി വെക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. 2 നേന്ത്രക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കുറച്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കായയുടെ അതേ അളവിൽ തന്നെയാണ് ചേന എടുത്തിരിക്കുന്നത്. ചേനയും തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഒരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മൺകലത്തിലാണ് നമ്മളിത് റെഡിയാക്കാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടി പോവണ്ട. കൂടി പോയാൽ പിന്നെ അത് വറ്റിച്ചെടുക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് എരിവിനായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി സ്വല്പം ഞാൻ ഇടുന്നില്ല. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഇടുന്നില്ല. കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, വളരെ കുറച്ച്. 1 ടേബിൾ സ്പൂൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അത്ര അധികം എരിവൊന്നും ഉണ്ടാവില്ല. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം അതും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 3 പച്ചമുളക് നടുകെ കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. കഷ്ണങ്ങളൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. തിളയ്ക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. കാളന് വേണ്ടിയിട്ടുള്ള 1/4 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിലാണ് മെഷർമെന്റ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ല തേങ്ങ അരച്ചെടുക്കുന്നത്, തൈര് ഒഴിച്ചിട്ടാണ്. നല്ല കട്ടിയുള്ള അത്യാവശ്യം പുളിയുള്ള തൈര് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ അധികം പഴക്കമുള്ള ഒരു ബാഡ് സ്മെല്ലൊക്കെയുള്ള തൈരൊന്നും എടുക്കരുത്. നല്ല തൈര് തന്നെ എടുക്കുക. അപ്പോഴാണ് കാളന് അതിൻ്റെതായ രുചി കിട്ടുള്ളൂ. അപ്പോൾ ഒരു കപ്പ് തൈര് ഒഴിച്ചിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ആ കഷ്ണങ്ങൾ ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ കട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ കഷ്ണങ്ങൾ പാകത്തിന് കുക്കായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കഷ്ണങ്ങൾ വേവിച്ചെടുക്കണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഉപ്പ് ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പം നന്നായിട്ടൊന്ന് കുറുകി ഉപ്പൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. നല്ല കട്ട തൈര് തന്നെ എടുക്കാനായിട്ട് നോക്കണം. തേങ്ങ അരച്ചത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതങ്ങനെ ലൂസായിട്ടല്ല ഈ കറി ഉണ്ടാവുക. നമ്മൾ സദ്യയിലൊക്കെ വിളമ്പുന്ന സമയത്ത് ഇതിങ്ങനെ കട്ടിയിലാണ് ഇരിക്കുക. അപ്പോൾ ആ ഒരു പരുവത്തിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. ചൂടോട് കൂടി ആകുമ്പോൾ ചെറിയൊരു ലൂസ് ഉണ്ടാവും. പക്ഷെ ഇത് തണുത്ത് വരുമ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും. നല്ല സ്വാദാണ് ഈ എരിപുളി കഴിക്കാനായിട്ട്. തൃശ്ശൂർ സൈഡിലൊക്കെ എരിപുളി എന്നും പറയാറുണ്ട് ഇതിന്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തേങ്ങയുടെ ആ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയി കിട്ടണം.
അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് തൈര് ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ ആദ്യം 1/2 കപ്പ് തൈര് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 3/4 കപ്പ് തൈര് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. പുളിക്കനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ കറക്റ്റ് പാകത്തിന് നല്ല പുളിയുള്ള തൈരാണ്, നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. തൈര് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. മിക്സിയുടെ വിപ്പ് ബട്ടൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യാനേ പാടുള്ളൂ. ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം. ആ തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ തൈര് ലാസ്റ്റ് ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കാനായിട്ട് പാടില്ല. ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് പതിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് എന്തായാലും ചേർക്കണം. ഇത് ചേർത്താലാണ് നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ ടേസ്റ്റും കൂടും നമ്മുടെ കാളന്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ഇതുപോലെ ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് വറവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 2 പച്ചമുളക് കഷ്ണങ്ങളാക്കിയതും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ കാളനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളൊന്ന് അടച്ചു വെക്കുക. ഫ്ലേവറൊക്കെ നന്നായിട്ട് കറിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വേണം തുറന്നിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നല്ല സ്വാദുള്ള കാളൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ. ഞാൻ സദ്യയിൽ സാമ്പാറിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ സൈഡിലൊക്കെ തേങ്ങ ചേർക്കാതെ വറുത്തരച്ചുണ്ടാക്കുന്ന സാമ്പാറാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. സദ്യയുടെ കുറേ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പായസങ്ങളുടെയും രസത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടു നോക്കണേ. താങ്ക്